നാളെ അയക്കാനുള്ള ചെടികളാണ് കേട്ടോ ഇതൊക്കെ. ഇത് ഇത് നമ്മുടെ ബിജാസിൻ്റെ തന്നെ ഒരു സ്ഥലത്തു നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും, അതായത് ഈ രണ്ട് ചെടികളും നമുക്ക് ചെന്നൈക്ക് അയക്കാനുള്ളതാണ്. ഇത് ടാഗഡും ഒക്കെയാണ്. വിയറ്റ്നാം മേളി 2 പ്ലാവ്. തമ്പനയിൽ കാണിച്ചത് ഈ വിശേഷമൊന്നുമല്ല, ഈ ഒരു വിശേഷമാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാം. ഇനി മറ്റൊരു ഫ്ലാറ്റിൽ ഇത് നിൽക്കണതും ഞാൻ അതിൻ്റെ കാര്യങ്ങളും പറയാം. ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ്. ഹിയർ ഐ ആം നൈസിസ്. മണ്ണുത്തി പ്ലാന്റ്സ് ഓൺലൈൻ ഷോപ്പിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെടികളെയും പൂക്കളെയും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. ഒട്ടുമിക്കവർക്കും അവരുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ പ്ലാന്റ്സ് ഓൺലൈനായിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അവർ നല്ല പോലെ മനസ്സിലാവും. അപ്പം ഇത്തരം കാഴ്ചകൾ കുറച്ച് പേരെങ്കിലും നിരാശരാക്കാൻ സാധ്യതയുണ്ട്. ഇതുപോലുള്ള ക്രീപ്പേഴ്സിൻ്റെ സെയിൽ പോസ്റ്റുകളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് പേര് എന്നോട് പറയാറുണ്ട്, ഞങ്ങൾക്ക് സ്ഥലമില്ല, ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇത് വളർത്താൻ എന്നൊക്കെ. അപ്പം അതിനൊക്കെയുള്ള ഒരു പ്രതിവിധിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചെടികളെയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവരൊരു ചെടി വളർത്താൻ ആഗ്രഹിക്കുമ്പോൾ അതിനുള്ള ചുറ്റുപാടുകളും സാഹചര്യങ്ങളും ഒത്തു വന്നില്ലെങ്കിൽ വളരെ നിരാശ തോന്നും അല്ലേ. പക്ഷേ ഈ നെഗറ്റീവ് തിങ്കിങ്ങിലേക്ക് പോകാതെ എങ്ങനെ നമുക്കതിനെ വളർത്തിയെടുക്കാമെന്ന് ചിന്തിക്കുന്നതിലാണ് ക്രിയേറ്റിവിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ നിരാശയിലേക്ക് പോകുന്നവർ, ഒരു കാർ ഷെഡ് ഇല്ല, അതുകൊണ്ട് ഞങ്ങൾക്കിത് വളർത്താൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഒരുപാട് സ്പേസ് ഇതിനാവശ്യമുണ്ട്, അതും ഞങ്ങൾക്കില്ല. സ്പേസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചത് നമ്മളുടെ ഈ കാണുന്ന കാഴ്ചകൾ മുഴുവൻ ഒരു ചെറിയ പോട്ടിലാണ് പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ പടർത്തി വിടാനായിട്ട് ഒരു കാർ ഷെഡ് ഉണ്ട്, ഓക്കെ. പക്ഷെ അതിന് മുമ്പ് എൻ്റെ മാനസികാവസ്ഥ നിങ്ങളോട് പറയാം. ഇതുപോലൊരു ഓടിട്ട കുഞ്ഞു വീടില്ലാത്തത് കൊണ്ടാണ് 2 വർഷത്തോളം നമുക്ക് ആർക്കു വേണ്ടി അയക്കാനായിട്ട് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നാണ്, പിന്നെ അത് അയക്കാൻ സാധിക്കാത്തതുകൊണ്ട് 2 വർഷത്തോളം ഇതുപോലൊരു വീടില്ല എന്ന് വിചാരിച്ചിട്ട് ആ ചട്ടിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുള്ള ഏറ്റവും നെഗറ്റീവ് തിങ്കിങ്ങുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കാര്യം നിങ്ങളോട് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പൂന്തോട്ട നിർമ്മാണം ഇതൊക്കെ നമ്മുടെ പോസിറ്റിവിറ്റിയെയും ക്രിയേറ്റിവിറ്റിയെയും ഒക്കെ പുറത്തു കൊണ്ടുവരേണ്ടതാണ്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാൾ എന്താ വിചാരിക്കാമെന്നറിയാം. എനിക്ക് ഇതുപോലൊരു ചെറിയ കോർണർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബാൽക്കണി ഉണ്ട്, ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സുകളൊക്കെ വളർത്താനുള്ള വഴി എന്താണെന്നൊക്കെ അവർ ആലോചിക്കും. അങ്ങനെ ആ പോസിറ്റിവിറ്റി ക്രിയേറ്റിവിറ്റിയിലേക്ക് അവർ മാറ്റിയെടുക്കും. അങ്ങനെ ചെറിയൊരു പോസിറ്റിവിറ്റി ഉള്ളിലുള്ള ഒരാൾക്ക് വളർത്താൻ ഏറ്റവും പറ്റിയ ചെടിയാണിത്. ഒരു ചട്ടിയിൽ പൂത്തുലഞ്ഞ് നിൽക്കുന്ന കാറ്റ്സ് ഒരു ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിലുള്ള ഒരു കാഴ്ചയാണ് ഇത്. അപ്പോൾ ഇത് ഇങ്ങനെയും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഇതിൻ്റെ പ്രത്യേകതകൾ പറയാം. നമ്മുടെ ചെടി ചട്ടിയിൽ താഴെ നിന്ന് മുകളിലേക്ക് പടർത്തി വിട്ടിരിക്കുകയാണ്. എന്താ ഈ കാണുന്നതൊക്കെ കുഞ്ഞു കുഞ്ഞു വേരുകളാണ് കേട്ടോ. നിറയെ ഇതുമേ വേരുകൾ ഫോം ചെയ്ത് വന്നിട്ടുണ്ട്. അതിന് കാരണം എനിക്ക് തോന്നുന്നത് ഇതൊരു ചെറിയ പോട്ടിലാണ് നിൽക്കണേ. വെള്ളം നമ്മൾ വളരെ കുറച്ചേ കൊടുക്കുന്നുള്ളൂ. അപ്പം ചുറ്റുമുള്ള അന്തരീക്ഷത്തിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള വേര് ഭാഗങ്ങളിൽ നമുക്ക് നനച്ചു കൊടുത്താൽ മതിയാവും, അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇവരാണ് ഒരു 10-20 വർഷത്തോളമായിട്ട് ഇവർ നമ്മുടെ കൂടെ ഉണ്ട്. വീഡിയോസിനൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇവരുടെ വകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം ഫ്ലാറ്റിൽ താമസിക്കുന്നവരാണ്, അല്ലെങ്കിൽ മുറ്റത്ത് ഒട്ടും സ്ഥലമില്ല, മണ്ണ് ഇല്ല എന്നൊക്കെ പറയുന്നവർക്ക് ഇത്തരം ചെറിയ ചട്ടികളിലാക്കിയതിന് ശേഷം ഇത്തരം വേരുകളിൽ സ്പ്രേ ചെയ്യുകയോ അല്ലെങ്കിൽ നനച്ചു കൊടുക്കുകയോ ചെയ്താൽ നമുക്കിത് നല്ല രീതിയിൽ വളർത്തിയെടുക്കാം. ഒരൊറ്റ ചെടിയാണ് നമ്മളിത് നട്ടത്. പിന്നീട് ഇത് മുകളിലേക്ക് നമ്മൾ ഒരു കോണിയുടെ സ്ട്രക്ചർ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ബോഗൻവില്ല പടർത്താനായിട്ട്. ബോഗൻവില്ല നല്ല പോലെ വളർന്നു, പിന്നീട് അത് ഉണങ്ങിപ്പോയി. അപ്പോൾ ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു കാറ്റ്സ്ക്ലോ ഇതിലേക്ക് പടർത്തി വിട്ടത്. അത് ഞാൻ പറയാനുള്ള കാരണം, അതായത് ഇത് ഇൻവേർട്ടർ പ്ലാന്റ് ആണ്. ഇത് പടർന്നു കയറിയിട്ട് ബാക്കിയുള്ള ചെടികളെ നശിപ്പിച്ച് കളയും. അപ്പോൾ ആ ഒരു കുറ്റം പേരുള്ളത് കൊണ്ട് ഞാൻ പറയാണ്, നമ്മുടെ ഈ കാര്യത്തിൽ ബോഗൻവില്ല ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് ഉണങ്ങിയ കമ്പാണ് കേട്ടോ. അത് നമുക്കോടത് പടർന്നേക്കണമെന്നുള്ള. പക്ഷേ ഇതാണ് നമ്മുടെ കാറ്റ്സ്ക്ലോ. ഇത് നമ്മുടെ കാർ ഷെഡിൻ്റെ പുറകിലേക്ക് കാറ്റ്സ്ക്ലോ വളർന്നു കിടക്കുന്നതാണ്. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്നതാണ് ഈ ഒരു മൂവാണ്ട മാവ്. അപ്പോൾ മൂവാണ്ട മാവിലേക്കൊക്കെ ഇറച്ചി കയറാൻ നോക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ നല്ല പോലെ ട്രിം ചെയ്ത് കൊടുക്കുക.
അതല്ലെങ്കിൽ ഈ ഒരു മാവിനെ കൂടി അത് നശിപ്പിച്ച് കളയും. അതാണ് ഇൻവേഡർ പ്ലാന്റ് അല്ലെങ്കിൽ അധിനിവേശ പ്ലാന്റുകൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ പരിചരണം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് അതിൻ്റെ ചെറിയ വേരുകൾ കിട്ടണ പോലെ ഒഴിച്ചു കൊടുത്താൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ കുറച്ച് മണ്ണിൽ പോട്ടിലൊക്കെ നമുക്ക് ബാൽക്കണീസിലോ ഒക്കെ വെച്ചാലും അതിൻ്റെ ആ ചെറിയ വേരുകൾ ഉള്ളതുകൊണ്ട് അതിൽ പോലും നിന്ന് ഫ്ലവർ ഉണ്ടായിക്കൊള്ളും. പിന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതിനെ നല്ല പോലെ ട്രിം ചെയ്ത് വെട്ടി ഒതുക്കി നിർത്തണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ ഉണ്ട്. അത് ഒന്നും ചെയ്തില്ലെങ്കിലും അതൊരു ഭംഗിയിലൊക്കെ കെടുക്കും. പക്ഷെ മറ്റ് ചെടികളിലേക്ക് വലിഞ്ഞു കയറുന്നതൊക്കെ നമ്മൾ സ്ട്രിക്ട്ലി ബാൻ ചെയ്യണം. കാരണം ഇതൊരു ഇൻവേഡർ പ്ലാന്റ് തന്നെയാണ്. അത് മറ്റ് ചെടികളെ നശിപ്പിക്കുക തന്നെ ചെയ്യും. അതുമാത്രം സൂക്ഷിക്കണം. അപ്പോൾ നമ്മളിത് എവിടെ നിന്നാണ് കൊണ്ടുവന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിത് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കോ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവന്നതാണ്. പക്ഷേ പിന്നെ എന്തുകൊണ്ടും അത് അയക്കാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ ഇരുന്ന് പോയി. ഒരു വർഷത്തോളം ആ ഒരു പോട്ടിൽ തന്നെ ഇരുന്നു. പിന്നെ അത് പടരാൻ എവിടേക്കാണെന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മൾ ഈ ബോഗൻവില്ല ഉണങ്ങി നിൽക്കണ കണ്ടത്. അപ്പോൾ അതുമ്മക്കോടെ ആ ഉണങ്ങിയ കമ്പുമ്മക്കോടെ പടർത്തി വിട്ടു. ഇപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. എൻ്റെ ഇടയ്ക്ക് 2 പ്രാവശ്യം ഇത് പൂത്തു. ഒരു ഫ്ലവർ 2 ഫ്ലവറൊക്കെ വീതം. പക്ഷേ ഇപ്രാവശ്യം അതും ഞങ്ങളൊരു യാത്ര പോയേക്കായിരുന്നു ഡാർജിലിങ്. അവിടെ നിന്ന് വന്നപ്പോൾ ഗേറ്റ് തുറന്നിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതായിരുന്നു. ഇതിൻ്റെ സ്മെല്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നോട്ടീസബിളായിട്ട് ഒന്നുള്ള ഒരു സ്മെല്ല് ഇതിനില്ല എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ പെട്ടെന്ന് നമ്മളതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒരുപാട് പൂക്കളും തേനീച്ചകളും ഒക്കെ ആയിട്ട് ചെറിയ സ്മെല്ലും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട് നമുക്കിവിടെ നിൽക്കുമ്പോൾ. പലതരത്തിലും ഈ കാറ്റ്സ് ക്ലോനെ വളർത്തിയിട്ടുള്ള സ്ക്രീൻഷോട്ടുകൾ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്കും ഒരെണ്ണം വാങ്ങാം, വളർത്താം എന്നുള്ള കോൺഫിഡൻസ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പം നേരത്തെ കാണിച്ച സൈസിലുള്ള പ്ലാന്റ്സ് 130 രൂപയ്ക്ക് നമ്മൾ ഓൺലൈൻ സെയിൽ ചെയ്യുന്നുണ്ട്. കൊറിയർ ചെയ്യുന്നുണ്ട്. കൊറിയർ 70 രൂപ. അപ്പോൾ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുകയോ ചെടികളുടെ ഓൺലൈൻ സെല്ലിങ്ങിനായിട്ടുള്ള നമ്മുടെ വാട്സാപ്പ് ലിങ്ക് വഴിയായിട്ട് അതിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാത്തരം ചെടികളും പഴച്ചെടികളും പച്ചക്കറി തൈകളും എല്ലാം തന്നെ വളം അതുപോലെയുള്ള എല്ലാ സാധനങ്ങളും വാങ്ങാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.